ബഭ്രുവാഹനൻ. മഹാഭാരത യുദ്ധം കൊടുമ്പിരി കൊണ്ടു. കൗരവപക്ഷത്ത് പിതാമഹൻ ഭീഷ്മർ നിലയുറപ്പിച്ചു. പാണ്ഡവപക്ഷത്ത് വില്ലാളി വീരനായ അർജുനനും. അസ്ത്രവർഷം തുടങ്ങി. പുകപടലമുയർന്നു. അട്ടഹാസങ്ങളും നിലവിളികളും മാത്രം കേൾക്കാം. അസ്ത്രവിദ്യയിൽ അദ്വിതീയനായ ഭീഷ്മരെ പരാജയപ്പെടുത്തുവാൻ ആരാലും സാധ്യമല്ല എന്നറിഞ്ഞ പാണ്ഡവർ ആണും പെണ്ണുമല്ലാത്ത ശിഖണ്ഡിയെ യുദ്ധരംഗത്തിറക്കി. പൗരുഷമുള്ളവരോട് മാത്രമേ യുദ്ധം ചെയ്യൂ എന്ന വ്രതക്കാരനായ ഭീഷ്മർ ശിഖണ്ഡിയെ കണ്ടപാടെ അമ്പും വില്ലും തേർത്തട്ടിൽ വെച്ച് യുദ്ധം അവസാനിപ്പിച്ചു. ഈ തക്കം നോക്കി അർജുനൻ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ പായിച്ച് ഭീഷ്മരെ വീഴ്ത്തി. അങ്ങനെ ചതിയിലൂടെ ഭീഷ്മരെ വീഴ്ത്തുമ്പോൾ പ്രകൃതി പോലും നിശ്ചലയായി നിന്നുപോയി. ഭീഷ്മരുടെ മാതാവായ ഗംഗാദേവി ഈ വഞ്ചനയിൽ മനം നൊന്ത് തന്റെ മകനെ നിഗ്രഹിച്ചവനെ അവന്റെ പുത്രൻ തന്നെ വധിക്കട്ടെ എന്ന് ശപിച്ചു. ചതിയിലൂടെ തന്റെ പിതാമഹനെ വീഴ്ത്തിയ അർജുനന് ഗംഗാദേവിയിൽ നിന്നും ലഭിച്ച ശാപം അറിഞ്ഞ അർജുനന്റെ സവഅഗ്നിയായ ഉലൂബി ഗംഗാദേവിയോട് ശാപമോക്ഷം ഇരുന്നുവെങ്കിലും അർജുനൻ കൊല്ലപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഗംഗാദേവി പറഞ്ഞു. എങ്കിലും ഉലൂബിയുടെ വിലാപം കേട്ട് മനമലിഞ്ഞ് അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, സ്വപുത്രനാൽ നിഗ്രഹിക്കപ്പെട്ടതിന് ശേഷം നീ മൃതസഞ്ജീവനീമണി അർജുനന്റെ മാറത്തണിയിച്ചാൽ അയാൾ പുനർജീവിക്കും. നിനക്ക് നന്മ വരട്ടെ. ഭാരതയുദ്ധത്തിനു മുൻപ് ഒരിക്കൽ വനവാസകാലത്ത് അർജുനൻ മണലൂർ രാജാവിന്റെ മകൾ ചിത്രാംഗതയെ വിവാഹം കഴിച്ചു. അവിടെ വസിക്കവേ അദ്ദേഹത്തിന് ചിത്രാംഗതയിൽ പിറന്ന മകനെ ബഭ്രുവാഹനൻ എന്ന് പേരിട്ടു. പിന്നീട് വന്ന് ഭാര്യയെയും മകനെയും കൂട്ടിക്കൊണ്ടു പൊയ്ക്കൊള്ളാമെന്ന വ്യവസ്ഥയിൽ പോയ അർജുനൻ തിരികെ ചെല്ലുകയുണ്ടായില്ല. ബഭ്രുവാഹനൻ മുത്തച്ഛന്റെ രാജധാനിയിൽ വളർന്നു. അവൻ സർവശാസ്ത്രങ്ങളും കലകളും മറ്റും പഠിച്ചു. അതിസമർത്ഥനായ വില്ലാളിയുമായി തീർന്നു. ബഭ്രുവാഹനൻ അങ്ങനെ വീരനായ ആ ബാലൻ അമ്മയോടൊപ്പം മണലൂരിലെ അനന്തരാവകാശിയായി കഴിഞ്ഞു വരവേ ഒരു യാഗാശ്വം മണലൂർ രാജ്യത്ത് കടന്നു. ബഭ്രുവാഹനൻ ഒരു ധീരനായ ക്ഷത്രിയന് ചേർന്ന വിധത്തിൽ ആ യാഗാശ്വത്തെ ബന്ധിക്കുകയും ചെയ്തു. യാഗാശ്വത്തിന് പിന്നാലെ ഭടന്മാരെത്തി അശ്വത്തെ സ്വതന്ത്രമാക്കുവാൻ ശ്രമിച്ചു. ബഭ്രുവാഹനൻ ആ സേനയെ മുഴുവൻ പരാജയപ്പെടുത്തി. പിന്നീട് സേനാനായകരെത്തി അവരും പരാജയമറിഞ്ഞു. അന്ത്യത്തിൽ ഹസ്തിനപുരിയിലെ യുവരാജാവ് തന്നെ എത്തി. ബഭ്രുവാഹനനും യുവരാജാവുമായി തർക്കം നടന്നു. തർക്കം യുദ്ധത്തിലെത്തി. യുദ്ധം രൂക്ഷമായി. ഇരുവരും തുല്യശക്തിയോടെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. അവസാനം ബഭ്രുവാഹനൻ ഹസ്തിനപുരിയിലെ യുവരാജാവിനെ നിഗ്രഹിച്ചു. അവിടെ മരിച്ചു വീണത് മറ്റാരുമായിരുന്നില്ല, ബഭ്രുവാഹനന്റെ പിതാവായ അർജുനൻ തന്നെയായിരുന്നു. ഭാരതയുദ്ധം ജയിച്ച രാജ യുധിഷ്ഠിരൻ നടത്തിയ അശ്വമേധയാഗത്തിലെ യാഗാശ്വവുമായി അർജുനൻ ലോകപര്യടനം നടത്തുകയായിരുന്നു. അർജുനന്റെ മരണവൃത്താന്തമറിഞ്ഞ ചിത്രാംഗത ദീനം വിലപിച്ചുകൊണ്ടിരുന്നു. പിതാവിനെ നിഗ്രഹിച്ചതിൽ കുണ്ഠിതപ്പെട്ട ബഭ്രുവാഹനനെ ആശ്വസിപ്പിക്കുവാൻ അർജുനന്റെ സപത്നി ഉലൂബി മണലൂരിലെത്തി. സ്വയം ശപിച്ചുകൊണ്ടിരുന്ന ബഭ്രുവാഹനനെ ആശ്വസിപ്പിച്ചിട്ടവൾ നാഗലോകത്തു നിന്നും കൊണ്ടുവന്ന മൃതസഞ്ജീവനി മണി അർജുനന്റെ മാറിടത്തിൽ ചാർത്തി അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു. അതിനുശേഷം വിസ്മയത്തോടുകൂടി കണ്ണുമിഴിച്ച അർജുനനോടും ചിത്രാംഗതയോടും ബഭ്രുവാഹനനോടും ശാപകഥയെല്ലാം പറഞ്ഞ് ഉലൂബി ബഭ്രുവാഹനന്റെ ദുഃഖഭാരത്തെ ഇല്ലാതാക്കി. പിന്നീട് എല്ലാവരും കൂടി ഹസ്തിനപുരിയിലേക്ക് യാത്രയാവുകയും ചെയ്തു.